അങ്ങനെ നമുക്ക് ജയശ്രീ ടീച്ചറുടെ അനുഭവം കേൾക്കാം. എന്താ എല്ലാവരും റെഡിയല്ലേ? നമസ്കാരം ശ്രീകാന്ത് സാർ. ഗോവിന്ദൻ മിടുക്കനായിരിക്കുന്നല്ലേ? സാറിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും. ത്രിമധുരൻ ചാനല് ഭഗവാന്റെ സ്വന്തം ചാനലല്ലേ? സാർ ഭഗവാന്റെ സ്പോക്സ് പേഴ്സണും. ഈ ചാനൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ദൈവീകമായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അറിയാൻ സാധിക്കുന്നു. ഇത് പിന്നെയും ഒരു മഹാനുഭവം. ഞാൻ ജയശ്രീ ടീച്ചർ, ബാംഗ്ലൂരിൽ നിന്നാണ്. ഇന്നലെ രാവിലെ വിളക്ക് കൊളുത്തി പതിവ് പോലെ നാരായണീയം വായിച്ചു, ഹരിനാമകീർത്തനം എഴുതി പൂർത്തിയാക്കി. നാരായണീയം ഒരു ദശകം എഴുതി. ഇതിനുശേഷം മോൻ്റെ MBA സ്റ്റഡീസിനുള്ള ഹോസ്റ്റലിനെ പറ്റി അന്വേഷിക്കാൻ പുറപ്പെട്ടു കേട്ടോ. ഞങ്ങളുടേത് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്തൊരു വില്ലേജാണ്. റോഡ് വലുതാണ്. എൻ്റെ അക്കോമഡേഷനിൽ നിന്ന് 2-3 മിനിറ്റ് നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക്. വല്ലപ്പോഴും ഒരു എന്താണ് അത്രയും മുൻപിലുള്ള റോഡിൽ ഒരു ഹമ്പുണ്ട്. മെയിൻ റോഡ് ടച്ച് ചെയ്തുകൊണ്ട്, അതായത് മെയിൻ ബൈപ്പാസിൻ്റെ അടുത്തായിരിക്കാം അല്ലേ. ആ ഹമ്പിൽ ചവിട്ടിയതും ഞാൻ തെന്നി മലർന്നടിച്ചു വീണു. നല്ല ട്രാഫിക്കുള്ള ലൈനിൽ നിന്ന് ആരോ വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടോ. ഇടത്തെ കാലിൻ്റെ തള്ളവിരലിൻ്റെ സൈഡിൽ കുറച്ച് തൊലി പോയിട്ടുണ്ട്. നല്ല വേദനയും. ഇടത്തെ കാല് ഉള്ളിലോട്ട് മടങ്ങിയാണ് വീണത്. പെട്ടെന്ന് ആ കിടപ്പിൽ ഓർത്തത് എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് വീണ അതേ രീതിയിൽ അമ്മയുടെ തുടയെല്ല് പൊട്ടി സർജറി ചെയ്തു. പിന്നീട് അമ്മ നടന്നിട്ടില്ല കേട്ടോ. ആ ഒരു തോന്നൽ മനസ്സിനെ വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോയി. ആ വീഴ്ചയിലാണ് ഭഗവാൻ തന്ന അനുഭവം. സർ, ഞാൻ വീണപ്പോഴേ എൻ്റെ പുറകിൽ നിന്ന് എന്താ പറയേണ്ടതെന്നറിയില്ല, ഒരു മൃദുല സ്പർശം അനുഭവപ്പെട്ടു. നടു തറയിൽ ഇടിച്ചതായിട്ട് തോന്നിയതേയില്ല. ഏതോ ഒരു സ്പർശം എന്നെ താങ്ങിയതുപോലെ. ദേഹത്തൊന്നും ഒരു കുഴപ്പവും പറ്റിയില്ല, ആ കാലിൻ്റെ ചെറിയ മുറിവല്ലാതെ. ആരോ ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ഡോക്ടർ, എൻ്റെ ഭഗവാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഞാൻ എന്തിനാ വേറെ ഡോക്ടറിനെ കാണുന്നത്? ഒരു മരുന്നായിട്ട് ഭഗവാന്റെ ആടിയെണ്ണയും തിരിച്ചു വന്ന് കാലിൽ ആടിയെണ്ണ പുരട്ടിയിട്ടോ. വൈകിട്ടായപ്പോഴേക്കും മുറിവ് കരിഞ്ഞു തുടങ്ങി. ഇന്ന് ചെറിയ വേദനയുള്ളൂ. എൻ്റെ ഭഗവാൻ എന്നെ താങ്ങി. കയ്യിൽ മുഴുവൻ സിമെൻറ്റ് പൊടി ഉണ്ടായിരുന്നു. എന്നാൽ ഡ്രസ്സിൽ എനിക്ക് പൊടിയൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തുടലിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ വേദന തോന്നി. എന്തോ വലുത് വരാതിരുന്നത് ചെറുതാക്കി ഭഗവാൻ മാറ്റി. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ അന്വേഷിക്കാൻ പോയില്ല കേട്ടോ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഫാദർ എന്നെ വിളിച്ചു. എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റ് ലെറ്റർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അതും അവിടെ വരെ പോകാതെ കണ്ണൻ സാധിച്ചു തന്നു. എല്ലാം ഭഗവാന്റെ മായാവിലാസങ്ങൾ. എൻ്റെ കണ്ണ എല്ലാവരെയും കാത്തുകൊള്ളണേ. ആടിയെണ്ണയ്ക്ക് 1 കോടി പ്രണാമം പറയാണ് കേട്ടോ. ഓം നമോ നാരായണായ, സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഒരു കാര്യം എഴുതാൻ വിട്ടുപോയി. ഞാൻ ഇറങ്ങുന്നതിന് മുൻപ് ഒരു തുള്ളി ആടിയെണ്ണ നെറ്റിയിൽ തൊട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഭഗവാനെ തൊട്ട എണ്ണയല്ലേ, ഒരു നെഗറ്റീവും അടുത്തേക്ക് വരില്ല എന്ന് ചിന്തിച്ചായിരുന്നു തൊട്ടത്. എൻ്റെ കണ്ണാ നന്ദി. അങ്ങനെ അമ്മയെ ഭഗവാൻ താങ്ങിയില്ലേ. എന്താ പറയേണ്ടത്? എത്ര മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് വരുന്നത്. അങ്ങനെ ഒരു വീഴ്ചയിൽ ഒന്നും പറ്റാതെ രക്ഷപ്പെടുക എന്ന് പറയുന്നത്, ആ അവസാനം പറഞ്ഞില്ലേ, നെഗറ്റീവ് എനർജി ഒന്നും വരില്ല ഭഗവാന്റെ ആടിയെണ്ണ നമ്മൾ തൊട്ടാലെന്ന്. അതേമാതിരിയാണ് നമ്മൾ നാരായണിയൊക്കെ വായിക്കുമ്പോൾ അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ ഒരു പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് എനർജി വരുന്നുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ. ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.